MDMA പണമിടപാട് കേസിൽ നാലാം പ്രതിയും കോഴിക്കോട് പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയുമായിരുന്ന ആവള കുട്ടോത്ത് സ്വദേശി VP നീഷ്മയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. നീഷ്മ നൽകിയ ജാമ്യാപേക്ഷയിൽ കഴിഞ്ഞ ദിവസം വടകര NDPS കോടതി വാദം കേട്ടിരുന്നു. കേസിലെ രണ്ടാം പ്രതി കീർത്തനയെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. അധ്യാപികമാർ ഉൾപ്പെട്ട കോഴിക്കോട് വടകരയിലെ MDMA പണമിടപാട് കേസിലെ 5 പ്രതികളും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. വരും ദിവസങ്ങളിൽ മൂന്നാം പ്രതി കാവ്യ, അഞ്ചാം പ്രതി ജിജിൽ കുര്യാക്കോസ് എന്നിവരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. കേസിലെ മറ്റ് 3ഓളം പ്രതികൾക്കായും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേസിലെ പ്രതിയായ അധ്യാപികമാർ കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിജിൻ കുര്യാക്കോസുമായി ലക്ഷക്കണക്കിന് രൂപയുടെ UPI ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ കീർത്തനയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ NDPS കേസിൽപ്പെട്ട പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതായ ഫോട്ടോകളും ലഹരി ഇടപാടുകളും സംബന്ധിച്ച ചാറ്റുകളും ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അധ്യാപികമാർ ലഹരി വിൽപ്പനക്കായി കുട്ടികളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതിയായ ജിജിൽ കുര്യാക്കോസിനെ കഴിഞ്ഞ മെയ് 20-ന് പയ്യോളി പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു MDMA സാമ്പത്തിക ഇടപാട് കേസിൽ വടകര കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേസിൽ പങ്കില്ലെന്നാണ് അധ്യാപികമാരുടെ വാദം. കൈരളി ന്യൂസ്, കോഴിക്കോട്.